ഇന്നലെ രാത്രി ഇവിടെ കറണ്ട് ഉണ്ടാവാഞ്ഞോണ്ട് ഞാൻ വാർക്കട മുകളിലാണ് കിടന്നുറങ്ങിയത്. അതുകൊണ്ട് ഇപ്പൊ എന്താ രാവിലെ തന്നെ ഇയാളെ കാണാൻ പറ്റി. പിന്നെ ഞാൻ നേരെ പോയി കുളിച്ച് റെഡിയായി കുറച്ച് കുമ്മട്ടിയൊക്കെ അരിഞ്ഞെടുത്തുട്ടാ. എനിക്ക് തിങ്കളാഴ്ച MST എക്സാം ആണ്. അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ പഠിച്ചാലേ എക്സാമിന് എന്തെങ്കിലുമൊക്കെ എഴുതി വെക്കാൻ പറ്റുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ച് കുറച്ച് ശുദ്ധവായൊക്കെ ശ്വസിച്ച് കുറച്ച് കുമ്മട്ടിയൊക്കെ കഴിച്ചിട്ട് മുകളിൽ ഇരുന്ന് പഠിക്കാന്ന്. അപ്പൊ അതിന് വേണ്ടി ഞാൻ ഇപ്പൊ മുകളിൽ വന്നിരിക്കാട്ടാ. ഇന്നലെ എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് മെസ്സേജ് അയച്ചിരുന്നുട്ടാ. അവൾ എന്നോട് ചോദിക്കാണ്, നീ എന്താ ഇപ്പൊ ഇങ്ങനെ, നീ ഇപ്പൊ ആർക്കും മെസ്സേജ് അയക്കുന്നില്ലല്ലോ, നീ എന്തെങ്കിലും മെസ്സേജ് അയക്കാത്തേ, നീ ആകെ മാറിപ്പോയി എന്നൊക്കെയാണ് അവള് പറയുന്നത്. ഒന്നോർത്താല് അവള് പറയുന്നതിൽ തെറ്റൊന്നുമില്ല. എന്റെ സ്വഭാവത്തിൽ ചെറുതായിട്ട് മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്. കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാനിവിടെ പഠിക്കാൻ വരുമ്പോ എന്റെ വാപ്പ എന്നെ ഇവിടെ കൊണ്ടാക്കി 2 ദിവസം കഴിഞ്ഞപ്പോ വാപ്പ പോയി. എന്റെ കൂടെ എന്റെ ഫ്രണ്ട്സോ ആരുമില്ല. അതുപോലെ തന്നെ അറിയാത്ത ഭാഷ, അറിയാത്ത ആൾക്കാര്. ആദ്യമൊക്കെ ഇതെനിക്ക് ഓക്കെ ആയിട്ടുള്ള സിറ്റുവേഷൻ ആയിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്നതല്ലേ, പിന്നെ ഇപ്പം ഞാനിങ്ങനെ വിഷമിച്ചിരിക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ സന്തോഷം കണ്ടെത്താൻ തുടങ്ങി. അതായത് ഒറ്റക്കൊരു റൂമിൽ ആരുമില്ല എൻ്റെ കൂടെ, കോളേജിൽ പോകുന്നു വരുന്നു, സ്വന്തമായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഒരു 6-7 മാസം കഴിഞ്ഞപ്പോൾ ഇത് മടുത്തു തുടങ്ങി. കാരണം കോളേജിൽ പോകുന്നു, തിരിച്ചു വരുന്ന റൂമിൽ വരുമ്പോൾ ഒരാളും ഇല്ല സംസാരിക്കാൻ. അതുപോലെ തന്നെ എത്ര ടയേർഡാണെന്നുണ്ടെങ്കിലും നമ്മ തന്നെ ഫുഡ് ഉണ്ടാക്കി കഴിക്കുക. ആകപ്പാടെ ഒരാഴ്ചയിൽ 2 ദിവസം ലീവ് കിട്ടുള്ളൂ. ആ 2 ദിവസമാണെങ്കിൽ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് അതങ്ങനെ പോകും. അങ്ങനെ ഈ സിറ്റുവേഷനും ഞാനും കൂടിയും ചേർന്ന് വന്നപ്പോഴത്തേനും എൻ്റെ ക്യാരക്ടർ മാറിപ്പോയി.